ബെർട്ട് കൊടുങ്കാറ്റ് ബ്രിട്ടനിൽ താണ്ഡവം ആരംഭിച്ചതോടെ ആയിരക്കണക്കിന് വിമാന സർവീസുകളാണ് റദ്ദു ചെയ്തത്. കനത്ത മഴയും ശക്തമായ കൊടുങ്കാറ്റും സൃഷ്ടിച്ച അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ റോഡുകൾ പലതും അടച്ചുപൂട്ടേണ്ടതായും ട്രെയിനുകൾ പലതും റദ്ദു ചെയ്യേണ്ടതായും വന്നു. ട്രാവൽ ഡേറ്റ സൈറ്റായ ഫ്ലൈറ്റ് അവെയറിന്റെ കണക്കുകൾ പ്രകാരം ഹീത്രൂവിൽ നിന്ന് മാത്രം 200-ലേറെ വിമാനങ്ങൾ റദ്ദു ചെയ്യപ്പെട്ടു. അതിനിടയിൽ ലണ്ടൻ ലിവർപൂൾ സ്ട്രീറ്റിൽ നിന്നും സ്റ്റാൻഡേർഡ് വിമാനത്താവളത്തിലേക്ക് ട്രെയിൻ സർവീസുകൾ നടത്തുന്ന ഗ്രേറ്റർ ആംഗ്ലിയ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 52 സർവീസുകളാണ് റദ്ദു ചെയ്തത്. കടപുഴകി വീണ മരങ്ങൾ ഓവർഹെഡ് ഇലക്ട്രിക് വയറുകൾക്ക് കേടുപാടുകൾ വരുത്തിയതിനാലാണിത്. പവർ കട്ട് പ്രശ്നങ്ങൾ തീർത്തതോടെ ലണ്ടൻ യൂണിസ്റ്റിലേക്കുള്ള പ്രവേശനവും ഇന്നലെ പരിമിതപ്പെടുത്തി. ലൈറ്റുകളെയും കസ്റ്റമർ ഇൻഫർമേഷൻ ബോർഡുകളെയുമായിരുന്നു വൈദ്യുതി വിതരണത്തിലെ തടസ്സം പ്രധാനമായും ബാധിച്ചത്. ഏകദേശം 30 മിനിറ്റ് നേരത്തേക്കാണ് സ്റ്റേഷനിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തിയത്. ഇതോടെ കടുത്ത തണുപ്പിൽ വിറച്ച് നിരവധി യാത്രക്കാർക്ക് സ്റ്റേഷന് വെളിയിൽ കാത്തു നിൽക്കേണ്ടതായി വന്നു. വൈകിട്ട് 6:40 ശേഷം മാത്രമായിരുന്നു യാത്രക്കാരെ സ്റ്റേഷനകത്തേക്ക് പ്രവേശിപ്പിച്ചത്. അതിനിടയിൽ നദി കരകവിഞ്ഞ് ഒഴുകിയതോടെ തെക്കൻ വെയിൽസിൽ ഒരു 75-കാരൻ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞതായി അധികൃതർ സ്ഥിരീകരിച്ചു. ശനിയാഴ്ച കോൺവി നദി കരകവിഞ്ഞൊഴുകിയപ്പോൾ ബ്രിയാൻ പെറി എന്ന 75-കാരനെ കാണാതായിരുന്നു. ഇന്നലെയായിരുന്നു ഇയാളുടെ മൃതദേഹം കണ്ടുകിട്ടിയത്. ഇതോടെ ബെർട്ട് കൊടുങ്കാറ്റിന്റെ 4ാമത്തെ ഇരയായി ഇദ്ദേഹം മാറി. നേരത്തെ കാറ്റും മഞ്ഞും മൂലമുണ്ടായ വിവിധ അപകടങ്ങളിൽ 3 പേരുടെ ജീവൻ നഷ്ടമായിരുന്നു. ഇന്നലെ അതിതീവ്ര കാലാവസ്ഥയിൽ ആയിരക്കണക്കിന് വീടുകളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടത്. ഡെവണിൽ സീഡ് നദിയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടതായ റിപ്പോർട്ടിനെ തുടർന്ന് ശക്തമായ തെരച്ചിൽ നടക്കുകയാണിപ്പോൾ. ഞായറാഴ്ചയിലെ പേമാരിയും ശക്തമായ കാറ്റും കാരണം ലണ്ടനിലെ 9 സൈറ്റുകളും അടയ്ക്കുവാൻ റോയൽ പാർക്സും നിർബന്ധിതമായി. കെൻസിംഗൽ പാർക്സ്, പ്രൈം റോഡ് ഹില്ല്, ഹൈഡ് പാർക്ക് എന്നിവ ഉൾപ്പെടെയാണിത്. ഹൈഡ് പാർക്കിൽ ഇപ്പോൾ വിന്റർ വണ്ടർലാൻഡ് ഇവന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രതികൂല കാലാവസ്ഥ കാരണം ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ നിർത്തിവയ്ക്കുന്നതായി അധികൃതർ അറിയിച്ചു. പലരുടെയും യാത്രാ പരിപാടികളും റദ്ദാക്കേണ്ടി വന്നു. വെള്ളപ്പൊക്കം മൂലം പാരിസിനും കോൺവെല്ലിനും ഇടയിലുള്ള ട്രെയിനുകൾ പലതും റദ്ദാക്കിയപ്പോൾ മറ്റ് ലൈനുകളിലും യാത്രയ്ക്ക് കാര്യമായ കാലതാമസം നേരിട്ടു. വെള്ളത്തിനടിയിലായ കാറുകളുടെയും കടപുഴകി വീണ മരങ്ങളുടെയും ഒക്കെ ദൃശ്യങ്ങൾ ബെർട്ടിന്റെ താണ്ഡവ നൃത്തത്തിന്റെ ഭീകരത വെളിപ്പെടുത്താനായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. 200-ലധികം മുന്നറിയിപ്പുകളാണ് ഇംഗ്ലണ്ടിലും വെയിൽസിലും സ്കോട്ട്ലൻഡിലുമായി നിൽക്കുന്നത്. അതേസമയം ഇനിയും ആളുകളെ കാണാതായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണ്. വെള്ളപ്പൊക്കത്തിൽ നിരവധി പേരാണ് പെട്ടുപോയത്. മാത്രമല്ല, കനത്ത മഞ്ഞാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇതും തെരച്ചിലിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്.